ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിൽ വന്നപ്പോൾ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓണം കിറ്റാണ്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ പുറത്തേക്ക് വന്നപ്പം എന്താ അവിടെ പൂക്കളിടാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. അമ്മ പൂ പറിക്കണ്ടായിരുന്നു. അത് ആക്ച്വലി അമ്പലത്തിക്കായിരുന്നു. ഇത് പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ വന്നൊരു കൂടാണ്, കിളി കൂട് കൂട്ടിയതാണ്. പിന്നെ ഈ റോസാപ്പൂ അതിൽ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി. അങ്ങനെ ഞാൻ ചുമ്മാ മുറ്റത്തു കൂടെയൊക്കെ നടന്നപ്പം നമ്മുടെ കാന്താരി, വെള്ള കാന്താരിയിലൊക്കെ ഒരുപാട് മുളകിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം നടന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പൂക്കളത്തിൻ്റെ പരിപാടിയിൽ കിടന്നു. നമ്മൾ വാങ്ങിയിട്ടുള്ള പൂവൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് വീണ്ടും നമ്മൾ പൂവ് വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് പൂക്കളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയപ്പോൾ പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചെമ്മീൻ്റെ കറിയാണ്. പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പത്തിരി ഒന്നല്ല, ചോറാണ് കഴിച്ചത്. പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഞാൻ രാവിലെ ചോറാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് യാമീനെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വിളിച്ചിട്ട് ആൾ വരില്ല, ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും ആസ് യൂഷ്വൽ. അപ്പോൾ പിന്നെ കുളിക്കണേറ്റ് മുന്നിൽ കുറച്ച് നേരം പുറത്ത് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി കളിച്ച് പിന്നെ ആൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്ന് പിന്നെ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് നിന്ന് കുളിപ്പിക്കൽ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അങ്ങനെ മസാജ് ചെയ്തൊക്കെ കൊടുക്കും. അങ്ങനെ ഇരിക്കാറൊന്നുമില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ആൾക്ക് വലിയ താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് വല്ലപ്പോഴൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവളെ കുളിപ്പിച്ച് ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും തണ്ണിമത്തൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ടി വിയിൽ ഫുള്ള് പാട്ടിട്ടിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇതെൻ്റെ ഫേവറേറ്റ് സോങ് ആണ് കേട്ടോ. പിന്നെ അമ്മ അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് സാധനങ്ങളൊക്കെ ടെപ്പയിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് പറയാനുള്ളത്, കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അത് ഓണം കിറ്റ് എല്ലാ കൊല്ലം തുടങ്ങുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഫോണിൽ നോക്കിയിരുന്നപ്പം അവൾ എന്നെ ഡാൻസ് കളിക്കാൻ വരാൻ വേണ്ടി വിളിച്ച്. പിന്നെ ഞാനും അവളും കൂടി 2-3 സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങനെ ഒരു പാട്ടായിരുന്നു മോഹൻലാലിൻ്റെ മുറ്റത്തെത്തും തെന്നലില്ലേ, ആ സോങ് ആയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ചുവടുകൾ വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് വയ്യാണ്ടായി എനിക്ക്. പിന്നെന്താണ്, അവളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആളിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ പാട്ട് വെച്ച് കൊടുത്തപ്പോൾ ഉള്ളൊരു അംഗം വെട്ടാണ് കാണുന്നത്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് എനിക്കൊരു റീലെടുക്കാനുണ്ടായിരുന്നു. ഞാനപ്പോൾ സാരിയൊക്കെ കൊടുത്തിട്ട് മോളിൽ പോയി ഒരു റീലെടുത്തു. അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഉച്ചമയക്കത്തിനുള്ള സമയം. അപ്പോൾ ഏതോ ഒരു പഴയ പടം ഇട്ടിട്ട്, എനിക്ക് പടത്തിൻ്റെ പേരൊന്നും അറിയില്ല, ജയറാമിൻ്റെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരമൊക്കെ ഉറങ്ങി. പിന്നെ എഴുന്നേറ്റ് ചായ വയ്ക്കാനുള്ള പരിപാടി നോക്കി. കുറേ സാധനങ്ങളുണ്ട്. കായ വറുത്തതുണ്ട്, ശർക്കര വരട്ടിയുണ്ട്. നേരത്തെ കാണിച്ചത് കൊള്ളി വറുത്തതായിരുന്നു. പിന്നെ ഈ ബോക്സ് നിറച്ച് ഫുഡാണ് കഴിക്കാനുള്ളത്. പിന്നെ ചോളമുണ്ട്. അങ്ങനെ ചായയൊക്കെ തിളച്ച് അതിൻ്റെ ഇടയിൽ ഞാനൊരു ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിച്ച് ഞാൻ പിന്നെ ചായയും മിച്ചറും കൂടിയിട്ടാണ് കഴിച്ചത്. എനിക്കിഷ്ടമാണ്. ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്ന് ഈവനിങ് ആയപ്പം ചായയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് അങ്ങനെ സമയം പോയി. ചായ ഞാൻ മാത്രമേ കുടിച്ചുള്ളൂ, അവർ കുടിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നാളത്തേക്കുള്ള പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു. 100 രൂപയ്ക്ക് 50 രൂപയ്ക്ക് ഒരു കിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 100 രൂപയ്ക്ക് പൂ പറഞ്ഞു. അങ്ങനെ 100 രൂപയ്ക്ക് പൂ വാങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. വീണ്ടും ഒരു കടയിൽ കയറി അമ്മ എന്തൊക്കെയോ ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം വീട്ടിൽ കിളിമീൻ ഉണ്ടായിരുന്നു. കിളിമീൻ വറുത്ത് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്നിട്ടൊരു പപ്പട ചമ്മന്തി എന്നെന്തോ പറയും, അതും കൂടി ഉണ്ടാക്കി. ഇത് രാവിലെ തന്നെ കറിയാണ്, വേറെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ മീൻ വറുത്തത് മാത്രമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വേഗം പപ്പടത്തിൻ്റെ ഇതുണ്ടാക്കി. അത് ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ എനിക്ക് വിശക്കുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ പറയൽ. എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, ബൈ ഗൈസ്.